അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മനുഷ്യനിർമ്മിതമായ ലോകത്തെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഇൻവെൻഷൻ അല്ലെങ്കിൽ ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് മെഷീൻ ഏതാണ് എന്ന് ഇന്നൊരു ടെക്നിക്കൽ ജയൻറ്റിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്ന ഉത്തരം മൈക്രോ ചിപ്പുകളാണ് എന്നായിരിക്കും. മൈക്രോ ചിപ്പുകൾ, അതെ, നമ്മൾ ഉപയോഗിക്കുന്ന ഏതെല്ലാം ടെക്നിക്കൽ ഗാഡ്ജറ്റ്സ് ഉണ്ടോ, സ്മാർട്ട് ഫോൺ ആവട്ടെ, ലാപ്ടോപ്പുകളാവട്ടെ, ഈവൻ കാൽക്കുലേറ്റേഴ്സ് ആവട്ടെ, അതിൻ്റെ എല്ലാം പിന്നിൽ ഒരുപാട് മൈക്രോ ചിപ്പുകൾ ഉണ്ട് എന്ന് നമുക്കറിയാം. എന്താ അതിൻ്റെ പ്രത്യേകത? ഈ മൈക്രോ ചിപ്പുകളൊക്കെ അത് ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത് ബില്യൺസ് ആൻഡ് ബില്യൺസ് ഓഫ് ട്രാൻസിസ്റ്റേഴ്സ് കൊണ്ടാണ്. ട്രാൻസിസ്റ്റേഴ്സ്, ഒരു ട്രാൻസിസ്റ്റർ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ചില ചിത്രങ്ങൾ വരുന്നുണ്ടാവും. എന്താണ് ഒരു ട്രാൻസിസ്റ്ററിൻ്റെ പ്രത്യേകത? ഒരു ട്രാൻസിസ്റ്ററിൻ്റെ സൈസ് എത്രയാണ് എന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റിയ, ഗസ് ചെയ്യാൻ പറ്റിയ ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഒരു ട്രാൻസിസ്റ്ററിൻ്റെ സൈസ് എത്രയായിരിക്കുന്നു? മെഡിക്കൽ ടേംസ് പറഞ്ഞ ഒരു ഹെയർ ഫോളിക്കിളിൻ്റെ സൈസ് ഉണ്ടാവുമോ? ഇല്ല, അതിനേക്കാൾ വളരെ ചെറുതാണ് അല്ലേ. ഒരു RBC റെഡ് ബ്ലഡ് സെല്ലിൻ്റെ സൈസ് ഉണ്ടാവുമോ? ഇല്ല, അതിനേക്കാളും ചെറുതാണ്. നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പോലും കഴിയാത്ത ഒരു വൈറസിനേക്കാളും ചെറുതായ ഒരു വസ്തുവാണ് ട്രാൻസിസ്റ്ററുകൾ. ആ ട്രാൻസിസ്റ്ററുകളുടെ ബില്യൺസ് ആൻഡ് ബില്യൺസ് ഓഫ് ട്രാൻസിസ്റ്റർ ചേരുമ്പോഴാണ് പല മൈക്രോ ചിപ്പുകൾ ഉണ്ടാവുന്നത്. ഈ ട്രാൻസിസ്റ്ററുകളെ പറ്റി പലപ്പോഴും പറയാറുണ്ട്, ഇറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കൊമേഴ്ഷ്യൽ പ്രൊഡക്റ്റ് ദാറ്റ് ഹ്യൂമാനിറ്റി ഹാവ് എവർ മെയ്ഡ് എന്നാണ്. അത്രമാത്രം സങ്കീർണമാണ് ഈ ട്രാൻസിസ്റ്ററുകളുടെ ഒരു ലോകം. ഇൻറ്റലിൻ്റെ കോഫൗണ്ടറായിട്ടുള്ള ഗോർഡൻ മൂർ, അദ്ദേഹം ഒരു സമയത്ത് പറയുന്നുണ്ട്, ഈ ട്രാൻസിസ്റ്ററുടെ ഒരു ലോകം അത് ഭയങ്കര സങ്കീർണമാണ്. ട്രാൻസിസ്റ്ററുകൾ അത് ഉണ്ടാവാൻ അതിനുവേണ്ടി മനുഷ്യരാശി എടുത്ത എഫേർട്ടുകൾ അത് മറ്റ് ഇൻഡസ്ട്രികൾ എല്ലാവരും എടുക്കുകയാണെങ്കിൽ ആ ഇൻഡസ്ട്രികൾക്ക് ഒക്കെ വളർച്ച ട്രാൻസിസ്റ്റർ ഇൻഡസ്ട്രിയുടെ അതുപോലെ തന്നെ വളർന്നിരുന്നുവെങ്കിൽ ഇന്ന് കാർ ഇൻഡസ്ട്രിയിൽ ഉദാഹരണം എടുക്കുകയാണെങ്കിൽ അതിൻ്റെ വളർച്ചയും മറ്റേതുപോലെ തന്നെ ആയിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ കാണുന്ന കാറുകൾ അതിൻ്റെ സ്പീഡ്, ഇറ്റ് വിൽ ബി ദി സ്പീഡ് ഓഫ് ലൈറ്റ്. അതിൻ്റെ ഫ്യൂവൽ എക്കണോമി എന്നുള്ളത് ഇന്ന് നമ്മൾ അതേ രൂപത്തിൽ വളരുകയാണെങ്കിൽ ഒരുപക്ഷെ ഒരു ചെറിയൊരു ഇത്തിരി ഫ്യൂവൽ കൊണ്ട് തന്നെ കാറിന് ഒരുപക്ഷെ ഭൂമിയെ വലം വയ്ക്കാൻ സാധിക്കുമായിരുന്നു. മാത്രമല്ല ഇന്ന് പല കാറുകളുടെയും സൈസ് എന്നത് അത് അത്രമേൽ ചെറുതാക്കി ഒരു മാച്ച് ബോക്സിൻ്റെ സൈസിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിക്കുമെന്ന് ഗോർഡൻ മൂർ പറയുന്നുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ഞാൻ ഈ ട്രാൻസിസ്റ്ററുടെ കാര്യം ഇവിടെ പറയാനുള്ള കാരണം, ഇന്ന് നാം ആകുന്ന മനുഷ്യരെ എല്ലാവരെയും കൺട്രോൾ ചെയ്യുന്നത് ഇത്തരം ചില ട്രാൻസിസ്റ്ററുകളാൽ നിർമ്മിതമാക്കപ്പെട്ട ചില മൈക്രോ ചിപ്പുകളാണ് എന്ന് ഞാൻ പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാനാകുമോ? എത്രത്തോളം നമ്മുടെ ചിന്തകളെ, നമ്മുടെ ആലോചനകളെ, നമ്മുടെ ശ്വാസോച്ഛ്വാസത്തെയും നമ്മുടെ ഹൃദയമിടിപ്പിനെയും പോലും നിയന്ത്രിക്കുന്നത്, സ്വാധീനിക്കുന്നത് ഇത്തരം ചില ട്രാൻസിസ്റ്ററുകളും അതിൻ്റെ ലോകവുമാണ്, അതുണ്ടാക്കുന്ന അൽഗോരിതങ്ങളാണ് എന്ന് ഞാൻ പറഞ്ഞാൽ നമ്മൾ വിശ്വസിച്ചേ മതിയാകും. ഉദാഹരണം പറയാം. 10-14 വർഷങ്ങൾക്ക് മുമ്പ് 2012 നമ്മൾ കേട്ടൊരു വാർത്തയായിരിക്കും. അമേരിക്കയിലെ മിനിയപോളിസിൽ ഒരു അച്ഛൻ, അദ്ദേഹം ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് വരികയാണ്. ടാർഗറ്റ് എന്ന പേരുള്ള ഒരു സൂപ്പർ മാർക്കറ്റ് ശൃംഖല. അവിടെ അതിൻ്റെ ഓഫീസിൽ വന്ന് അദ്ദേഹം ഭയങ്കരമായി ബഹളം ഉണ്ടാക്കുകയാണ്. അദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് എൻ്റെ സ്കൂളിൽ പഠിക്കുന്ന മകൾക്ക്, നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് അവൾക്ക് ഒരുപാടധികം ചെറിയ കുട്ടികളുടെ ഡയപ്പേഴ്സും ചെറിയ കുട്ടികളുടെ വസ്ത്രമൊക്കെ അയക്കുന്നത്? എന്താ നിങ്ങളുടെ ഉദ്ദേശം എന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. ആ കുട്ടി ഒരു അമ്മയാണ് എന്നാണ് നിങ്ങൾ പറയുന്നത്, ഒരു അമ്മയ്ക്ക് അയക്കേണ്ട സാധനമൊക്കെ എൻ്റെ മകൾക്ക് അയക്കുന്നത് എന്ന് പറഞ്ഞ് ഷൗട്ട് ചെയ്യാണ്. ഈ കമ്പനിക്ക് ആദ്യം വ്യക്തമായില്ല കാര്യം. എന്നാൽ 2 ആഴ്ച കഴിഞ്ഞതിന് ശേഷം ഇദ്ദേഹം അതേ കമ്പനിയിലേക്ക് വിളിച്ച് സോറി, എനിക്കൊരു അബദ്ധം പറ്റിയതാണ് എന്ന് പറയുന്നുണ്ടായിരുന്നു. കാരണം അദ്ദേഹം പറയാണ്, എൻ്റെ വീട്ടിലുണ്ടായ ചില അസ്വാരസ്യങ്ങളും പ്രശ്നങ്ങളും കാരണം എൻ്റെ മകൾ, അവൾ പ്രഗ്നൻ്റ് ആണ് എന്ന വിവരം ഞാൻ അറിഞ്ഞില്ല. സ്കൂളിൽ പഠിക്കുന്ന മകൾ പ്രഗ്നൻ്റ് ആണ് എന്ന വിവരം അച്ഛൻ അറിയുന്നതിന് മുമ്പ് ചില അൽഗോരിതങ്ങൾ അറിഞ്ഞു എന്നതാണ് 2012 ഞെട്ടിച്ച വാർത്ത. ഇന്ന് നമ്മൾ ഞെട്ടുക അതൊന്നുമല്ല, ഇന്ന് 2026 2026 നമ്മൾ ജീവിക്കുമ്പോൾ ഇന്ന് അൽഗോരിതങ്ങൾ നിയന്ത്രിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് അല്ലേ. ന്യൂറാലിങ്കൊക്കെ ഏറ്റവും അധികം അത് വികസനം പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന, നമ്മൾ അതിൻ്റെ ഏറ്റവും പ്രായോഗിക രൂപം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നമ്മളുള്ളത്. യഥാർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഏതെല്ലാം പ്ലാറ്റ്ഫോമുകളുണ്ടോ, ഏതെല്ലാം ടെക്നിക്കൽ മേഖലകളുണ്ടോ, അതെല്ലാം പലപ്പോഴും നമ്മളെ പല രൂപത്തിൽ നിന്ന് സ്വാധീനിക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. നമ്മുടെ ഫേസ്ബുക്ക്, നമ്മുടെ വാട്സപ്പ്, നമ്മുടെ ഇൻസ്റ്റഗ്രാം, നമ്മൾ ഉപയോഗിക്കുന്ന ഗൂഗിൾ സെർച്ച് പോലും നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. ഒരുപക്ഷെ അടുത്തടുത്തിരിക്കുന്ന 2 പേർ ഗൂഗിളിൽ ഒരു കാര്യം സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരേ റിസൾട്ട് ആയിരിക്കില്ല കിട്ടുക, ആയിക്കൊള്ളണമെന്നില്ല. കാരണം നിങ്ങൾക്കനുസരിച്ച്, നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കും അനിഷ്ടങ്ങൾക്കും അനുസരിച്ച് ആ സെർച്ച് റിസൾട്ടുകൾ മാറി വരാം. ഇതാണ് അൽഗോരിതം.
അത്രമേൽ നമ്മളിലേക്ക് ഈ സാധനം എത്തിയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് ചില ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ ഈ ഇടയ്ക്ക് ഒരു സുഹൃത്ത് പറഞ്ഞു, അവൻ കുറച്ച് തടി കൂടുതലാണ്. അപ്പോൾ അവനൊരു ദിവസം പിന്നെ വന്ന ആഡ്, അവൻ തടി കൂടുതലാണ്, അവൻ ആരോടും പറയാൻ ആഗ്രഹിക്കുന്ന ആളല്ല, അത് സ്വകാര്യമായി കൊണ്ടു നടക്കുന്ന ആളാണ്, അത് പറയാൻ ആഗ്രഹിക്കാത്ത ആൾ. പക്ഷെ അവന് വന്ന ഒരു ആഡ് എന്നുള്ളത് 7 ദിവസം കൊണ്ട് നിങ്ങൾ 7000 രൂപ നിങ്ങൾ തരികയാണെങ്കിൽ 7 കിലോ കുറച്ച് തരാം. എത്ര വലിയ ഓഫറാണ്! 7 ദിവസം കൊണ്ട് 7 കിലോ കുറച്ച് തരാം, 7000 രൂപ തന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുള്ള ഓഫറുകൾ അവന് വരികയാണ്. ഇത് അവന് മാത്രമൊന്നല്ല, പല രൂപത്തിലും നമ്മൾ ആഗ്രഹിക്കുന്ന, ഒരുപക്ഷെ നമ്മൾ ചിന്തിക്കുന്ന പല കാര്യങ്ങളും പലപ്പോഴും നമ്മൾ കണ്ടു എന്ന് തോന്നുന്ന ചില യാഥാർത്ഥ്യങ്ങളൊക്കെ അനുഭവങ്ങൾ ഉണ്ടാവും. ഈ അൽഗോരിതങ്ങളുടെ ഒരു പിക്ചർ വളരെ രസകരമാണ്. നമ്മൾ ഒരുപക്ഷെ നമ്മുടെ മൊബൈൽ ഫോണിൽ ഒരു കാര്യം ഒരുപക്ഷെ നമ്മൾ കണ്ട് നമ്മൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, ഇഫ് വി സീ എ റീൽ ഫോർ മോർ ദാൻ 3 seconds, ദെൻ അവർക്കത് മനസ്സിലാകും നമുക്ക് ആ റീൽ ഇഷ്ടമാണ്, അത്തരം വിഷയങ്ങൾ നമുക്ക് താല്പര്യമുണ്ട് എന്ന് അവർ റെക്കഗ്നൈസ് ചെയ്യാണ്. നമ്മളെങ്ങാനും അതിനൊരു ലൈക്ക് കൊടുത്താൽ, ഒരു ലവ് ചിഹ്നം അതിന് കൊടുത്തു കഴിഞ്ഞാൽ, ദേ അഡ്മയർ ദാറ്റ് വി ഹാവ് ടു സീ ദാറ്റ് മോർ, അത് ഇനിയും ഇനിയും കാണാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് അവർക്ക് മനസ്സിലാകുന്നു. നമ്മളത് ഷെയർ ചെയ്യുകയാണെങ്കിലോ നമ്മൾ അതിൻ്റെ വക്താവാണ് എന്ന കാര്യം കൂടി അവർ അവിടെ നോട്ട് ചെയ്യപ്പെടുകയാണ്. പിന്നീട് സ്വാഭാവികമായിട്ട് നമുക്ക് വരുന്ന എല്ലാ ഇമേജുകളും റീലുകളും ടെക്സ്റ്റുകളും ഒക്കെ ആ രൂപത്തിലായിരിക്കും. നിങ്ങളിൽ പലർക്കും പല അനുഭവം ഉണ്ടാവും. പൊതുവേ ഈ ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞ സമയമായതുകൊണ്ട് ന്യൂ ഇയർ ചലഞ്ച് എടുക്കുന്ന ആൾക്കാരുണ്ടാവും. ഞാൻ ഇനി മുതൽ എന്നും ജിമ്മിൽ പോകും എന്നൊക്കെ തീരുമാനിച്ചിട്ടേ ഉണ്ടാവുള്ളൂ. പക്ഷേ ജനുവരി 1 മുതൽ ജിമ്മിൻ്റെ പല ആഡുകൾ വരുന്ന കാണാൻ സാധിക്കും. ഇതുപോലെ തന്നെ തലയിൽ ഇത്തിരി ഡാൻഡ്രഫുള്ള ആളുകളാണെങ്കിൽ ഇടയ്ക്കൊന്ന് ചൊറിഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ. പക്ഷേ പിന്നീട് വരുന്നത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഏതെല്ലാം ആയുർവേദ അത്തരം പിന്നെ പ്രൊഡക്ട്സ് ഉണ്ടോ അതിൻ്റെയൊക്കെ പരസ്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു അനുഭവം നമുക്കൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. യഥാർത്ഥത്തിൽ നമ്മൾ ചിന്തിക്കുന്ന ചിന്തകളെ പോലും ഇത് സ്വാധീനിക്കുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ അതൊരിക്കലും ഒരു തെറ്റാകില്ല എന്നതൊരു സത്യമാണ്. നമുക്കറിയാം, പലപ്പോഴും നമുക്ക് ഈ ഇത്തരം കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ കാണുന്ന റീലുകൾ, നമ്മൾ കാണുന്ന ഇമേജുകൾ, നമ്മൾ കേൾക്കുന്ന ഓഡിയോകൾ, നമ്മൾ സെർച്ച് ചെയ്യുന്ന ചില പ്രോംപ്റ്റുകൾ അടക്കം, ഇതൊക്കെ നമുക്ക് ചിലപ്പോൾ പലപ്പോഴും ഒരു 10 വർഷം മുമ്പുള്ള കാര്യം ആലോചിച്ച് നോക്കുക. 2016 മുതൽ 2026 വരെയുള്ള പല കാര്യങ്ങളും നമ്മൾ പലതും ചെയ്തിട്ടുണ്ടെങ്കിലൊക്കെ നമുക്കത് ഒരു ഹിസ്റ്ററി ആയിട്ടായിരിക്കും നമ്മൾ കാണുന്നുണ്ടാവുക. പക്ഷേ ഈ അൽഗോരിതങ്ങൾക്ക് അത് അങ്ങനെയല്ല. അവർക്കതൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഡാറ്റയാണ്. ആ ഡാറ്റ വെച്ചാണ് പലപ്പോഴും നമ്മളെ നിയന്ത്രിക്കുക. നമ്മുടെ ഏജ്, നമ്മുടെ ജോബ്, നമ്മുടെ ഫാമിലി, നമ്മുടെ സാഹചര്യം എന്താണ്, നമ്മുടെ കാലാവസ്ഥ ഇപ്പോൾ എങ്ങനെയാണ്, ചൂടാണോ തണുപ്പാണോ, നമ്മുടെ ലൊക്കേഷൻ എവിടെയാണ്, ഇത് ഏത് പ്രകൃതമുള്ള സ്ഥലമാണത്, അതുപോലെ തന്നെ നമ്മുടെ ഭാഷ എന്താണ്, നമ്മുടെ ഇഷ്ടങ്ങൾ എന്താണ്, അനിഷ്ടങ്ങൾ എന്താണ്, ഇതെല്ലാം കൃത്യമായ പിക്ചർ അവിടെ ഉണ്ടാക്കി നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രൂപത്തിൽ പലതും നമ്മളിലേക്ക് കൊണ്ടുതരുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ കഴിയും. യഥാർത്ഥത്തിൽ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ വി ആർ ആക്ച്വലി ഇൻ എ പേഴ്സണൽ ബബിൾ. നമ്മളൊരു ബബിളിനകത്താണ്. ആ ബബിളിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് മാത്രം എത്തുന്ന നമ്മുടേതായ ഒരു ലോകത്ത് പലപ്പോഴും നമ്മൾ റിവോൾവ് ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. എന്താ ഇതിൻ്റെയൊക്കെ ഒരു പ്രശ്നം? ഇങ്ങനെ പോയാലും കുറച്ച് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ആലോചിക്കുന്ന ആളുകൾ അറിയേണ്ട കാര്യം, ഇത്തരത്തിൽ പോയി കഴിഞ്ഞാൽ വി ആർ ജസ്റ്റ് എ പാസീവ് കൺസ്യൂമർ ഓൺലി. നമ്മൾ പലതും കൺസ്യൂം ചെയ്യാൻ, അതും ആരോ ഉണ്ടാക്കുന്ന പലതും കൺസ്യൂം ചെയ്യുന്ന ഒരവസ്ഥ മാത്രമേ നമുക്ക് ഉണ്ടാവുന്നുള്ളൂ. മാത്രമല്ല നമ്മുടെ ഇമോഷൻസിനെ വരെ ഇത് ബാധിക്കുന്നുണ്ട്. പലപ്പോഴും ചില ഈ പ്രൊഫഷണൽ മേഖലയിൽ ഉണ്ടാകുന്ന ആളുകൾ ഉണ്ടാകുന്ന ഒരു വിഷയമാണ് ഈഗോ, അല്ലെങ്കിൽ ദേഷ്യം. പെട്ടെന്ന് ദേഷ്യം വരാം. പ്രത്യേകിച്ച് ഒരു സീനിയർ പോസ്റ്റിൽ ഇരിക്കുന്ന ആളുകളാണെങ്കിൽ ആ ഒരു പ്രശ്നം ഉണ്ടാവും. ഈ ഒരു ഈഗോ വരുന്ന ആൾക്ക് അല്ലെങ്കിൽ ദേഷ്യം വരുന്ന ആൾക്ക് അതൊക്കെ നോർമലാണ് എന്ന് പറഞ്ഞ് ഒപ്റ്റിമൈസ് ചെയ്യാൻ പലപ്പോഴും നമ്മുടെ ഇത്തരത്തിലുള്ള അൽഗോരിതങ്ങൾ കാരണമാവുന്നു. മാത്രമല്ല ഈ റീൽ കൾച്ചറും ഓട്ടോ പ്ലേ ഒക്കെ വന്നതുകൊണ്ട് തന്നെ നമ്മുടെ സമയം നമ്മൾ പോലും അറിയാതെ, നമ്മൾ പലപ്പോഴും തിരക്കുകളിൽ നിന്ന് തിരക്കുകളിലേക്കും അവിടെ നിന്ന് വീണ്ടും തിരക്കുകളിലേക്കും ഓടുന്ന ആളുകളാണ്. പക്ഷേ അവിടെ പോലും ഇത്തരത്തിൽ നമ്മുടെ സമയത്തെ അപഹരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല നമുക്ക് ഇഷ്ടമുള്ളത് മാത്രം കൊണ്ടുവന്നുകൊണ്ട് നമ്മൾ ഇനി വീണ്ടും 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 ഇതിൻ്റെ ആളുകളായിട്ട് മാറാൻ ഇത്തരം അൽഗോരിതങ്ങൾ കാരണമാക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ സ്വകാര്യതയിലേക്ക് ഇത് വരുന്നുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, 2012 ഉദാഹരണമാണ്. ആ ടാർഗറ്റ് കമ്പനിയുമായിട്ട് ഒരു അച്ഛൻ തൻ്റെ മകളെ പറ്റി അച്ഛന് പോലും അറിയാത്ത കാര്യം അൽഗോരിതം പറഞ്ഞ വാർത്ത. എന്നാൽ ഇന്ന് എത്രത്തോളം എത്തി നിൽക്കുന്നുണ്ടാവും? അതുപോലെ തന്നെ നമ്മൾ പലപ്പോഴും ബയാസ്ഡ് ആവുകയാണ്. പൊളിറ്റിക്കലി രാഷ്ട്രീയം, ഇലക്ഷൻ വന്നു, ഒരു തീരുമാനമെടുക്കാൻ കഴിയാത്ത അവസ്ഥ എത്താനുള്ള കാരണം നമ്മൾ പലപ്പോഴും എന്താണോ സോഷ്യൽ മീഡിയ തരുന്നത്, എന്താണോ നമ്മുടെ അൽഗോരിതം പറയുന്നത്, അതനുസരിച്ച് മാത്രം തീരുമാനമെടുക്കുന്ന നമ്മുടെ സ്വഭാവത്തിലും നമ്മുടെ ബിഹേവിയറൽ പാറ്റേണിൽ പോലും മാറ്റങ്ങൾ വരുന്നൊരവസ്ഥ. അൾട്ടിമേറ്റ്ലി ഒരു മുസ്ലിം എന്ന നിലയ്ക്ക് നമ്മൾ ആലോചിക്കേണ്ട കാര്യം, നമ്മുടെ യഥാർത്ഥ ഫിത്രത്തിൽ നിന്നും യഥാർത്ഥ ശുദ്ധ പ്രകൃതിയിൽ നിന്ന് പോലും നമ്മൾ തെറ്റിപ്പോകുന്ന ഒരു സാഹചര്യം അതിൽ ഉണ്ടാവുന്നു എന്നുള്ളതാണ്. നമ്മുടെ സൗന്ദര്യ സങ്കല്പം, അതിൽ നല്ലതും ചീത്തതുമായുള്ള പല സങ്കല്പങ്ങളും ഉണ്ടാവാനുള്ള കാരണം. ഞാൻ ഒരു ചോദ്യം ചോദിക്കാം. കറുപ്പ്, എന്താ കറുപ്പിന് പ്രശ്നം? വെളുപ്പ് എപ്പോഴാണ് കറുപ്പിന് മേൽ ഒരു അപ്രമാദിത്വം പ്രാപിച്ചത്? പലപ്പോഴും പല കാരണങ്ങളും ഇത്തരം അൽഗോരിതങ്ങൾ നമ്മളെ പഠിപ്പിച്ചു എന്നതുകൊണ്ട് മാത്രമാണ് എന്നാണ് അതിൻ്റെ ഉത്തരം. അല്ലെങ്കിൽ കല്യാണത്തിൻ്റെ സങ്കല്പങ്ങൾ, ട്രാവൽ വ്ളോഗുകൾ, ഇതൊക്കെ പലപ്പോഴും നമ്മളെ എത്തിക്കുന്നത് ഇത്തരം ചില ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് എത്താനാണ്.
നമ്മൾ പലപ്പോഴും ഓവർ കോൺഫിഡൻ്റ് ആവുന്നു, ചില കാര്യങ്ങൾ ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നു. ഇതൊന്നും ബോധപൂർവ്വം നമ്മൾ ആഗ്രഹിച്ചതല്ല, പക്ഷെ നമ്മൾ അതിലേക്ക് എത്തപ്പെടുന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ നമുക്കിവിടെ ഓൾട്ടർനേറ്റീവ് ഉണ്ട്. ഒരു മുസ്ലിം എന്ന നിലയ്ക്ക്, ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് നമുക്കെല്ലാവർക്കും കൃത്യമായ പരിഹാരം ഇവിടെയുണ്ട്. നമ്മൾ നിയന്ത്രിക്കപ്പെടേണ്ടത് മനുഷ്യരാൽ ഉണ്ടാക്കപ്പെടുന്ന ചില കോൺഫിഗറേഷൻസ് മൂലമല്ല. മനുഷ്യരെ ഉണ്ടാക്കിയവൻ ആരാണോ അവനുണ്ടാക്കുന്ന കോൺഫിഗറേഷനും അവനുണ്ടാക്കുന്ന അൽഗോരിതവുമാണ് കാലാകാലം നിലനിൽക്കുക. അതാണ് സാർവദേശീയമായി നിലനിൽക്കുക, കാലങ്ങൾക്ക് അതീതമായി, പ്രായത്തിനതീതമായി, ദേശത്തിനതീതമായി നിലനിൽക്കുക. അള്ളാഹു ഉണ്ടാക്കിയ, അല്ലെങ്കിൽ നമ്മയെല്ലാം സൃഷ്ടിച്ച ദൈവം ഉണ്ടാക്കിയ ആ ഒരു അൽഗോരിതം ഉണ്ടല്ലോ, ആ അൽഗോരിതത്തിന് മാത്രമേ സ്ഥായിയായ നിലനിൽപ്പുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട്. ഏതല്ലാഹു? അല്ലദീ ഖലഖക ഫസവ്വാക ഫഅദലക. നമ്മെ, ഈ മനുഷ്യ ശരീരമാകുന്ന നമ്മെ ഇത്ര സുന്ദരമായി സൃഷ്ടിച്ച അള്ളാഹു സുബ്ഹാനഹു വ തആല. നേരത്തെ പറഞ്ഞ ട്രാൻസിസ്റ്റർ ഉദാഹരണം ഉണ്ടല്ലോ, അത് സങ്കീർണമാണ്, നമുക്കറിയാം. പക്ഷേ നമ്മുടെ ശരീരത്തിലെ ഒരു കോശം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈവൻ എ സെൽ ഈസ് മച്ച് മോർ കോംപ്ലിക്കേറ്റഡ് ദാൻ എ സിംഗിൾ ട്രാൻസിസ്റ്റർ. നമുക്ക് കാണാൻ കഴിയും, നമുക്ക് പഠിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അള്ളാഹു നമ്മോട് പറഞ്ഞ ഒരു കൽപ്പനയുണ്ടെങ്കിൽ, ചില കോൺഫിഗറേഷൻസ് ഉണ്ടെങ്കിൽ അതിലേക്ക് മടങ്ങുക എന്നതാണ് ആത്യന്തികമായ പരിഹാരം. അങ്ങനെ മടങ്ങിയ ആളുകളായിരുന്നു അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലിൽ പഠിച്ച സ്വഹാബിമാർ റളിയല്ലാഹു അൻഹും അജ്മഈൻ, അവരെല്ലാവരും അങ്ങനെ ആ അള്ളാഹുവിൻ്റെ കോൺഫിഗറേഷൻ യാതൊരു മടിയുമില്ലാതെ ഏറ്റെടുത്ത ആളുകളായിരുന്നു. തങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ആവശ്യമുണ്ട് എങ്കിൽ തീർച്ചയായും ആ മാറ്റത്തിന് വിധേയരായിരുന്നു അവർക്കൊന്നിനൊരു മടിയും ഉണ്ടായിരുന്നില്ല. പ്രിയപ്പെട്ടവരെ, നമുക്കും അങ്ങനെ ആവണം. നമ്മുടെ ജീവിതം തിരക്കുകളിലേക്കും പ്രൊഫഷണലിൻ്റെ ഏറ്റവും ഉത്തുംഗതയിലേക്ക് നമ്മൾ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ മറന്നു പോകുന്ന, നമ്മൾ പോലും അറിയാതെ നമ്മുടെ കോൺഫിഗറേഷൻസും നമ്മുടെ അൽഗോരിതവും മാറ്റപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ട് എങ്കിൽ തീർച്ചയായും നമുക്ക് ചില മാറ്റങ്ങൾ അനിവാര്യമാണ്. നമ്മൾ സ്വയം മാറിയാലല്ലാതെ അത്തരം വലിയ മാറ്റങ്ങളിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുകയില്ല. ഈ ഒരു സമയത്ത്, കാലങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഏറ്റവും കൂളായി, സിമ്പിളായി ഒരു ഓട്ടോ പൈലറ്റ് മോഡിട്ട് നമുക്ക് അങ്ങനെ സഞ്ചരിക്കാമായിരുന്നു. പക്ഷേ അതിൽ യാതൊരു അർത്ഥവുമില്ല. നമ്മുടെ ജീവിതം വ്യർത്ഥവും നിരർത്ഥകവുമായി മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാവുമെന്നല്ലാതെ മറ്റൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, ജീവിതത്തിൽ ചില മാറ്റങ്ങൾ ആവശ്യമുണ്ട്. നമ്മുടെ കോൺഫിഗറേഷൻസിൽ ചില എഡിറ്റിങ്ങുകളും ആഡിങ്ങുകളും മാത്രമല്ല നമുക്ക് വേണ്ടത്, ചില റീസെറ്റുകൾ നടത്താനാണ് നമുക്ക് ആവശ്യമുള്ളത്. അള്ളാഹു നമ്മേവരെയും സഹായിക്കുമാറാകട്ടെ. വാഹിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.